2020 ലോകകപ്പിനായുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. മലയാളി താരം സഞ്ജു സാംസൺ ആദ്യ 11-ൽ ഇടം പിടിച്ചു. 15-അംഗ ടീമിനെയാണ് ഇന്ത്യ പ്രഖ്യാപിച്ചത്. രോഹിത് ശർമ്മയാണ് ടീം ക്യാപ്റ്റൻ. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും അരുൺ ചേരുകയാണ്. അരുൺ, മലയാളികൾക്ക് ഏറെ സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ്. ആദ്യമായാണ് ലോകകപ്പ് ടീമിൽ സഞ്ജു സാംസൺ ഇടം നേടുന്നത്. വിശദാംശങ്ങൾ. തീർച്ചയായും മലയാളികൾക്ക് വളരെയധികം അഭിമാനകരമായ നിമിഷം തന്നെയാണ് ഇത്. കാരണം വളരെ ഒരു അനിശ്ചിതത്വം നിലനിന്നിരുന്ന ഒരു സാഹചര്യങ്ങൾക്ക് ഇപ്പുറമാണ് സഞ്ജു സാംസൺ, കേരളത്തിലെ തിരുവനന്തപുരത്ത് വിഴിഞ്ഞം സ്വദേശിയായ സഞ്ജു സാംസൺ അന്താരാഷ്ട്ര 2020 വേൾഡ് കപ്പിനുള്ള ടീമിൽ ഇപ്പോൾ ഇടം പിടിച്ചിരിക്കുന്നതായിട്ടുള്ള വാർത്തകൾ അത് മലയാളികൾക്ക് വളരെയധികം സന്തോഷവും അഭിമാനവും നൽകുന്നതാണ്. കാരണം ഈ നടക്കുന്ന ഇപ്പോഴുള്ള IPL ഈ സീസണിൽ സഞ്ജു സാംസൺ വലിയ രീതിയിലുള്ള വലിയ ഒരു മികച്ച ഒരു പ്രകടനം കാഴ്ചവെച്ചിരുന്നു. ഈ ഒരു കാഴ്ചവെച്ച പ്രകടനത്തിൻ്റെ മികച്ച ഒരു പ്രകടനത്തിൻ്റെ ആ ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സഞ്ജു സാംസൺ ഇപ്പോൾ ഇടം പിടിച്ചിരിക്കുന്നത്. രോഹിത് ശർമ്മയാണ് ഇപ്പോൾ ക്യാപ്റ്റനായിട്ട് വന്നിരിക്കുന്നത്. കാരണം രാവിലെ തന്നെ മുംബൈയിലുള്ള ഈ ഒരു ഹോട്ടലിൽ ഇതുമായി ബന്ധപ്പെട്ട് സെലക്ടർമാരുടെ യോഗം ചേർന്നിരുന്നു. ടീം മാനേജ്മെൻറ്റ് ഉൾപ്പെടെയുള്ളവർ ചേർന്നിരുന്നു. അജിത് അഗാർക്കർ, ടീം മുഖ്യ സെലക്ടറായിട്ടുള്ള അജിത് അഗാർക്കറിൻ്റെ നേതൃത്വത്തിലായിരുന്നു മുംബൈയിൽ ഈ ഒരു യോഗം ചേർന്നിരുന്നത്. പക്ഷേ അപ്പോൾ പോലും ഈ ഒരു ടീമിൽ സഞ്ജു സാംസൺ ഇടം പിടിക്കില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ആദ്യം മാധ്യമങ്ങളുടെ ഭാഗത്ത് വന്നിരുന്നു. കാരണം ഉത്തരേന്ത്യയിൽ നിന്നുള്ള പലർക്കും സഞ്ജു സാംസൺ ടീമിലേക്ക് കടന്നു വരുന്നതിൽ ഒരു വൈമുഖ്യം പ്രകടിപ്പിച്ചിരുന്നു. സഞ്ജു സാംസണിന് പകരം ഡൽഹിയിൽ നിന്നുള്ള ഋഷഭ് പന്ത് ഇടം പിടിക്കുമെന്നുള്ള വാർത്തകൾ വന്നിരിക്കുന്നു. പക്ഷേ ഈ വാർത്തകൾക്കൊന്നും അടിസ്ഥാനം നൽകാതെയാണ് ഇപ്പോൾ സഞ്ജു സാംസൺ, കേരളത്തിൻ്റെ മലയാളികളുടെ മൊത്തം ഇന്ത്യക്കാരുടെ മൊത്തം അഭിമാനമായ സഞ്ജു സാംസൺ ഇപ്പോൾ ടീമിൽ ഇടം പിടിച്ചിരിക്കുന്നു. 11-അംഗ ടീമിനെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും രോഹിത് ശർമ്മയാണ് ക്യാപ്റ്റനായിട്ട് വന്നിരിക്കുന്നത്. രണ്ടാമതായി യശസ്വി ജയ്സ്വാൾ, വിരാട് കോഹ്ലി, സൂര്യകുമാർ യാദവ്, സഞ്ജു സാംസൺ, ശിവൻ ദുബെ, ഹർദിക് പാണ്ഡ്യ, രവീന്ദ്ര ജഡേജ, യുസ്വേന്ദ്ര ചാഹൽ, അർഷ്ദീപ് സിംഗ്, ജസ്പ്രീത് ബുംറ എന്നിങ്ങനെ 11 അംഗങ്ങളെയും 5 പേരെ റിസർവ് താരങ്ങളും ഉൾപ്പെടെ 16-അംഗ ടീം അംഗങ്ങളെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും നേരത്തെ വന്നിരുന്നുള്ള സഞ്ജു സാംസൺ ടീമിൽ ഇടം പിടിക്കില്ല എന്നതിലുള്ള റിപ്പോർട്ടുകളെ അസ്ഥാനത്താക്കിക്കൊണ്ടുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 3 മണിയോടെ ഇതിൻ്റെ ആദ്യ സൂചനകൾ നമുക്ക് ലഭ്യമാക്കിയിരുന്നു. ഉച്ചയ്ക്ക് വന്നിരുന്ന മാധ്യമ റിപ്പോർട്ടുകൾ അടിസ്ഥാനമാക്കി പോലും സഞ്ജു ടീമിൽ ഇടം പിടിച്ചിരുന്നില്ല എന്നാണ്. പക്ഷേ മലയാളികൾക്ക് ആശ്വാസം നൽകിക്കൊണ്ട് സഞ്ജു സാംസൺ ഇപ്പോൾ ടീമിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. എന്തായാലും മലയാളികൾക്ക് വലിയ രീതിയിലുള്ള ഒരു സന്തോഷം തന്നെയാണ് ഇതിപ്പോൾ ഈ ഒരു വാർത്തയിലൂടെ പുറത്തു വരുന്നത്. കാരണം മുമ്പ് ലോകകപ്പിലെ ടീമിലെ പ്രഖ്യാപിച്ചപ്പോഴും ഏകദിന ടീമും ടെസ്റ്റ് ടീമും ഉൾപ്പെടെ പ്രഖ്യാപിച്ചപ്പോഴും മലയാളികളുടെ സ്വന്തം അല്ലെങ്കിൽ സഞ്ജു സാംസൺ മികച്ച ഒരു പ്രകടനം നടത്തിയപ്പോൾ പോലും ഈ ഒരു ടീമിൽ ഇടം പിടിക്കാതെ പോയിരുന്നു. അപ്പോഴെല്ലാം വലിയ രീതിയിലുള്ള അമർഷവും പ്രതിഷേധവും മലയാളികളും മറ്റ് ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന, കാരണം വലിയ രീതിയിലുള്ള മികച്ച പ്രകടനം സഞ്ജു നടത്തിയപ്പോൾ പോലും ഇതിലൊരു കൃത്യമായ ഒരു അദ്ദേഹത്തെ മുഖവിലേക്ക് എടുക്കാതെയുള്ള ടീം സെലക്ഷൻ നടത്തിയിരുന്നു എന്നുള്ള തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ മലയാളിയുടെ ഭാഗത്തു നിന്നും മറ്റ് ക്രിക്കറ്റ് ആരാധകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ക്രിക്കറ്റ് ആരാധകരെ പ്രത്യേകിച്ച് മലയാളികളെ മുഴുവൻ ആവേശഭരിതരാക്കിക്കൊണ്ട് എന്തായാലും സഞ്ജു സാംസൺ അന്തിമ 11-ൽ ആദ്യത്തെ 11-അംഗ ടീമിൽ മുഖ്യ വിക്കറ്റ് കീപ്പറായി തന്നെ ഇടം പിടിച്ചിരിക്കുകയാണ്. ആവണി, അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ സഞ്ജു ടീമിൽ ഉണ്ടാവുമോ എന്നതടക്കമുള്ള വലിയ ആശങ്കകൾ നേരത്തെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തീർച്ചയായും സഞ്ജുവിന് തുണയായത് ഈ IPL-ൽ സഞ്ജു കാഴ്ചവെച്ച മികച്ച പ്രകടനം തന്നെയല്ലേ? തീർച്ചയായും. കാരണം ഇപ്പോൾ IPL ഇപ്പോൾ നടക്കുകയാണ്. IPL സീസൺ ഇപ്പോൾ നടക്കുന്നതിൽ 1-ാം സ്ഥാനത്താണ് രാജസ്ഥാൻ റോയൽസ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കാരണം 9 മത്സരങ്ങളിൽ 8 മത്സരങ്ങളും വിജയിച്ചുകൊണ്ടാണ് സഞ്ജു സാംസൺ നേതൃത്വം നൽകുന്ന രാജസ്ഥാൻ റോയൽസ് ഇപ്പോൾ 1-ാം സ്ഥാനത്ത് തുടരുന്നത്. അതുകൊണ്ട് തന്നെ സഞ്ജു കഴിഞ്ഞ മത്സരങ്ങൾ ഉൾപ്പെടെ സെഞ്ചുറി ഉൾപ്പെടെ അർദ്ധ സെഞ്ചുറികൾ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ഒരു റൺ റേറ്റോട് കൂടി സ്ട്രൈക്ക് റേറ്റ് കൂടി ആവറേജ് എടുക്കുകയാണെങ്കിൽ പോലും മുൻദിന താരങ്ങൾ ഉൾപ്പെടെ ഈ ഒരു ഇന്ത്യൻ ക്യാപ്റ്റനായി ഇപ്പോൾ എടുത്തിരിക്കുന്ന രോഹിത് ശർമ്മയെക്കാളും മുകളിൽ നിൽക്കുന്ന ഒരു റൺ ആവറേജ് ഇപ്പോൾ നമുക്ക് സഞ്ജു സാംസൺ നോക്കാൻ പറ്റും. കാരണം രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും നേതൃത്വം നൽകുന്ന IPL വലിയൊരു മികച്ച രീതിയിലുള്ള പ്രകടനമാണ് സഞ്ജു സാംസന്റെ നേതൃത്വത്തിലുള്ള രാജസ്ഥാൻ റോയൽസ് IPL ഈ സീസണിൽ നടത്തിയിരിക്കുന്നത്. അതിൽ അർദ്ധ സെഞ്ചുറിയും സഞ്ജു സാംസൺ നേടിയിട്ടുണ്ട്. എന്തായാലും അജിത് അഗാർക്കർ ഉൾപ്പെടെയുള്ള മുഖ്യ സെലക്ടർമാർ സഞ്ജു സാംസണെ ഈ ഒരു ടീമിൽ വേണമെന്ന് ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ പോലും നോർത്ത് ഇന്ത്യയിൽ
നിന്നുള്ള ചില ടീം മാനേജ്മെൻറ്റ് അംഗങ്ങൾ സഞ്ജു ഒരു മുൻനിര ബാറ്റർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഉൾപ്പെടുത്തേണ്ടതില്ല, ഋഷഭ് പന്ത് അല്ലെങ്കിൽ KL രാഹുൽ ഉൾപ്പെടെയുള്ളവരെ ടീമിൽ എന്തുകൊണ്ട് ഉൾപ്പെടുത്തിക്കൂടാ എന്ന് ചോദ്യം വന്നിരുന്നു. പക്ഷേ IPL സഞ്ജു സാംസൺ കാഴ്ചവെച്ച മികച്ച ഒരു പ്രകടനം കാണാതിരിക്കാൻ സെലക്ടർമാർക്കായില്ല. അതുകൊണ്ട് തന്നെ അജിത് ആഗാർക്കറിൻ്റെ നേതൃത്വത്തിലുള്ള ടീം മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ടീം സെലക്ഷൻ കമ്മിറ്റി എന്തായാലും സഞ്ജു സാംസണെ ഏകപക്ഷീയമായി തിരഞ്ഞെടുക്കുകയായിരുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് വരുന്നത്. എന്തായാലും IPL സീസണിൽ വിജയം നേടും അല്ലെങ്കിൽ കിരീടം നേടും എന്ന് അറിയപ്പെടുന്നതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കണക്കാക്കപ്പെടുന്ന ഒരു താരം തന്നെയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ടീം തന്നെയാണ് രാജസ്ഥാൻ റോയൽസ്. അതുകൊണ്ട് തന്നെ രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റനായി തുടർന്ന സഞ്ജു സാംസണെ എന്തായാലും ഒരു ടീമിൻ്റെ ഭാഗമായി ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്താതിരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് വരുന്നത്. കാരണം സഞ്ജു സാംസണെ ഉൾപ്പെടുത്തണം എന്ന തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഹാഷ്ടാഗുകളും ഇപ്പോൾ തന്നെ ട്വിറ്ററിലും എക്സിലും ഫേസ്ബുക്കിൽ ഉൾപ്പെടെയുള്ള ഇൻസ്റ്റാഗ്രാമിൽ ഉൾപ്പെടെയുള്ള അതിലെല്ലാം വലിയ രീതിയിലുള്ള ക്യാമ്പയിനുകളെല്ലാം നടന്നിരുന്നു. ആ ക്യാമ്പയിനുകളെല്ലാം നടത്തിയ മലയാളികൾക്കും കൂടാതെ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ആരാധകർക്കും വലിയ രീതിയിലുള്ള സന്തോഷവും ആശ്വാസം നൽകുന്ന ഒരു തരത്തിലുള്ള തീരുമാനം തന്നെയാണ് ഇന്ത്യൻ ടീം സെലക്ഷൻ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. എന്തായാലും സഞ്ജു സാംസണിൽ IPL നടക്കുന്ന പ്രകടനവും കൂടി നമ്മൾ നോക്കിക്കാണ്ടതുകൊണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു കാത്തിരിപ്പ് തന്നെയാണ് സഞ്ജു സാംസൺ ലോകകപ്പിലുള്ള ഒരു അരങ്ങേറ്റം. മലയാളികൾ എന്നുള്ളത് വ്യക്തിപരമായി ഞാനും അല്ലെങ്കിൽ എല്ലാ മലയാളികളും കാത്തിരിക്കുന്ന സഞ്ജു സാംസന്റെ ലോകകപ്പിലുള്ള 2020 അരങ്ങേറ്റം കാണാൻ തന്നെയാണ്. ആവണി, മനസ്സിലാകുന്നത് ഈ 2020 ലോകകപ്പ് ജൂൺ ആദ്യ വാരത്തോടെ നടക്കുമെന്ന് തന്നെയാണല്ലേ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? തീർച്ചയായും ജൂൺ ആദ്യവാരം USA ഈ ഒരു ലോകകപ്പ് മത്സരം തുടങ്ങാൻ തീരുമാനിക്കുന്നത്. ആദ്യമായാണ് അമേരിക്ക അറിയാം. കാരണം അമേരിക്ക മറ്റുള്ള സ്പോർട്സ് ഐറ്റംസ് എല്ലാം സ്പോർട്സ് കായിക ഇനങ്ങളിലെല്ലാം ഉണ്ടെങ്കിലും ആദ്യമായാണ് ക്രിക്കറ്റിൽ ഒരു തരത്തിലുള്ള ഒരു ടീം ഉൾപ്പെടെ ഇറക്കി. നേരത്തെ തന്നെ അവർക്ക് ടീമുണ്ടെങ്കിലും ലോകകപ്പിന് സെലക്ഷൻ നേടിയിരുന്നില്ല.